നമസ്കാരം. പ്രധാന വാർത്തകൾ. വിലക്കയറ്റം കലം കമഴ്ത്തി മഹിളാ മോർച്ച. സമരം പാലക്കാട് അഞ്ചുവിളക്കിൽ. കേരളത്തിൽ വിലയില്ലാതായത് പിണറായി വിജയന് മാത്രമെന്ന് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജനങ്ങൾക്കായി സഹായ കേന്ദ്രം തുറന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ബിജെപി ധർണ. റോഡുകളുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നും ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നും മുഖ്യ ആവശ്യങ്ങൾ. ഷൊർണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് ബിജെപിയുടെ പരാതി. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിലെത്തിയ ട്രെയിനിൽ നിരോധിത ഗോവൻ മദ്യം ഉപേക്ഷിച്ച നിലയിൽ 23 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. മദ്യം കണ്ടെത്തിയത് രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസും RPFും ഷാഡോ പോലീസും ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിൽ. വാണിയംകുളം ചന്തയിൽ നടക്കുന്നത് ഗുണ്ടാ മോഡൽ പിരിവെന്ന് ആക്ഷേപം. ചന്ത കരാറെടുത്തവരുടെ ഗുണ്ടാ പിരിവിന് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുകയാണെന്നും ആക്ഷേപം. പരാതിയുമായി രംഗത്ത് വന്നത് കച്ചവടക്കാരും വാഹന ഉടമകളും. നിയമവിരുദ്ധമായ പ്രവർത്തനം തുടർന്നാൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. വാടനകുറിശി ROB സർവീസ് റോഡിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇരുചക്ര വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 18 ദിവസം മുൻപ് റൂട്ടിൽ ഗതാഗതം നിരോധിച്ച് ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയാകാൻ ഇനിയും സമയമെടുത്തേക്കും. റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഓഗസ്റ്റ് അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് നിർവഹണ ഏജൻസി ജില്ലാ വികസന സമിതി യോഗത്തിൽ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ യാത്രക്കാർ. വടക്കാഞ്ചേരി അകമല മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി സംശയം. പ്രദേശത്തെ കൃഷിയിടത്തിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ. വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു. കാട്ടാനയുൾപ്പെടെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് ജനങ്ങൾ കടുത്ത ഭീതിയിൽ. ആനപ്പിണ്ടം തലവേദനയായി. ഗുരുവായൂർ ദേവസ്വം ചെയർമാന് നഗരസഭാ ചെയർമാന്റെ കത്ത്. ദേവസ്വത്തിന്റെ ആനകളുടെ പിണ്ടം പുന്നത്തൂർ ആനക്കോട്ടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കുന്നുകൂടുന്നത് അപകടങ്ങൾക്കും മലിനീകരണത്തിനും കാരണമാകുന്നതായി കത്തിൽ പരാമർശം. ഉത്സവമായും നൊമ്പരമായും മഴ. ആറങ്ങോട്ടുകരയിൽ മഴോത്സവ വിളംബരമായി മഴയും സിനിമയും പ്രമേയമാക്കി വിവിധ പരിപാടികൾ. ശക്തമായ കാറ്റിലും മഴയിലും ദേശമംഗലത്തും മണ്ണൂരിലും വീടുകൾ തകർന്നു. വാർത്തകൾ വിശദമായി. വിലക്കയറ്റത്തിനെതിരെ കലം കമഴ്ത്തി സമരവുമായി മഹിളാ മോർച്ച. പാലക്കാട് അഞ്ചുവിളക്കിന് സമീപമായിരുന്നു പ്രതിഷേധം. കേരളത്തിൽ വിലയില്ലാതായത് പിണറായി വിജയന് മാത്രമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പരിഹസിച്ചു. അടുക്കളയെ ശത്രുവാക്കി മാറ്റിയതാണ് ഇടതു സർക്കാരിന്റെ നേട്ടമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. വിലക്കയറ്റമുണ്ടാകില്ലെന്ന വാഗ്ദാനത്തിൽ അധികാരത്തിലേറിയ ഇടതു സർക്കാരിന്റെ കാലത്ത് വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ ലോണെടുക്കേണ്ട സ്ഥിതിയാണിപ്പോൾ. വെളിച്ചെണ്ണ തൊട്ടുനോക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അവശ്യ സാധനങ്ങൾ വില കുറച്ച് സപ്ലൈകോയിലൂടെ നൽകുമെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്ത സ്ഥിതിയാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ജനദ്രോഹപരമായ നിലപാടെടുക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള മഹിളകളുടെ പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത്. കേരളത്തിലെ സർവ്വസാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണക്കാരായ ജനങ്ങളെ വറുതിയിലേക്ക് തള്ളിവിടുന്നൊരു സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ മുഴുവൻ വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോ വഴി സാധനങ്ങൾ വിലക്കുറവായി നൽകുമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ സപ്ലൈകോയിലെ സാധനങ്ങൾ ലഭ്യമല്ല പലതും. നമ്മൾ ഒരു വീട്ടിലെ അത്യാവശ്യ സാധനമായി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ സാധാരണക്കാരനെ ഇന്ന് പാചകത്തിന് പോലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ, T. ബേബി, അജിത മേനോൻ, ബാബു വെണ്ണക്കര, ഷൺമുഖൻ, അശ്വതി മണികണ്ഠൻ, സുമലത മുരളി, ജയലക്ഷ്മി, സജിത, ഹരി പട്ടിക്കര എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP ധർണ നടത്തി.
വിവിധ വാർഡുകളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം നടത്തിയത്. കോട്ടായി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ശോചനീയാവസ്ഥയിലായി കിടക്കുന്ന റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം ഉടൻ പൂർത്തീകരിക്കുക, കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവുകൾ നികത്തി രോഗികളുടെ ദുരിതത്തിന് അറുതി വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP കോട്ടായി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അതിലേക്ക് വേണ്ടതായ ഉപകരണങ്ങളുണ്ടാവില്ല, അതിന് ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ടാവില്ല, അതിന് കൊടുക്കാൻ മരുന്നുണ്ടാവില്ല. ഡോക്ടർമാരെ വെച്ചെടുത്ത് തന്നെ പലതും ഡോക്ടർമാർ വരില്ല പോലാവും. ഇവിടെ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ വേണ്ടത്ര ആവശ്യമുള്ളത്ര ഡോക്ടർമാരും ചികിത്സയും സംവിധാനങ്ങളും അത് ഇവിടുത്തെ പ്രതിഭാസമല്ല. ഇടതുപക്ഷം ഭരിക്കുന്ന ഒട്ടുമിക്ക പഞ്ചായത്തുകളും നമ്മൾ നോക്കുന്നതാണ്. എന്താണ് കാരണം നോക്കുമ്പോ വളരെ ചെറിയൊരു കാര്യം, അവിടെ അടുത്ത് തന്നെയുള്ള ഒന്നുകിൽ ചില ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ആശുപത്രികൾ അവരുമായിട്ട് ചില ടൈപ്പായിട്ടുണ്ട്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് പടിഞ്ഞാറക്കര അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CS ദാസ്, മണ്ഡലം പ്രസിഡന്റ് TK പ്രസാദ്, K സദാനന്ദൻ, TK മോഹൻദാസ്, പഞ്ചായത്ത് അംഗം CR കണ്ണദാസ്, രാമകൃഷ്ണൻ, സുബീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിൽ നിരോധിത ഗോവൻ മദ്യം ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 23 ലിറ്റർ മദ്യമാണ് എക്സൈസും RPFും ഷാഡോ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രിൻസ് ബാബു നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസും ഷാഡോ പോലീസും RPFും ട്രെയിനിൽ സംയുക്തമായി പരിശോധന നടത്തിയത്. ഇതിനിടെയാണ് ഉപേക്ഷിച്ച നിലയിൽ നിരോധിത ഗോവൻ മദ്യം കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി സൂക്ഷിച്ച നിലയിലാണ് 29 കുപ്പികളിലായി 23 ലിറ്റർ നിരോധിത മദ്യം കണ്ടെത്തിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെത്തിയത്. പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി മദ്യം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞതാവാമെന്നും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ വിനു, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷൺമുഖൻ, തൃത്താല ഇൻസ്പെക്ടർ മനോജ് കുമാർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സിഞ്ചു, സ്ക്വാഡ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മണികണ്ഠൻ, ഒറ്റപ്പാലം ഇൻസ്പെക്ടർ മുരുകദാസ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അനു, ഷൊർണൂർ RPF SI ബാലസുബ്രഹ്മണ്യൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടനകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ബൈക്കുകൾ കടത്തിവിടാൻ തുടങ്ങി. തിങ്കളാഴ്ച രാവിലെയാണ് ഇരുചക്ര വാഹനങ്ങളുടെ സർവീസ് ആരംഭിച്ചത്. അതേസമയം പാതയിലെ കട്ടവിരിക്കൽ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കും. ദിവസങ്ങളോളം ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച് നിർമ്മാണം നടത്തിയതിനാൽ ജനം ദുരിതത്തിലായിരുന്നു. വാടനംകുറിശി പ്രദേശത്ത് ദിവസങ്ങളോളം നീണ്ട ഗതാഗത സ്തംഭനം. ഇരുചക്ര വാഹനങ്ങൾക്ക് ഒടുവിൽ നേരിയ ആശ്വാസം. വലിയ വാഹനങ്ങളെ കടത്തിവിടില്ല. ഇനിയും കാത്തിരിക്കണം. 20 ദിവസത്തോളമായി പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ട് വാടനാകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് പാതയിൽ കട്ടവിരിക്കൽ പ്രവൃത്തികൾ നടന്നുവരികയാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ശേഷമാണ് പാതയിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇരുചക്ര വാഹനങ്ങളെ കടത്തിവിടാൻ തുടങ്ങിയത്. 200ഓളം മീറ്റർ ദൂരമാണ് കട്ടവിരിക്കൽ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ഇനി കുറച്ചു ഭാഗം സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും കുറച്ചു ദൂരം കട്ടവിരിക്കുന്ന പ്രവൃത്തികളും നടക്കാനുണ്ട്. ഈ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാനാണ് കമ്പനി അധികൃതരുടെ ലക്ഷ്യം. ഇതുകൂടി പൂർത്തിയായാൽ കട്ടവിരിച്ച മുഴുവൻ ഭാഗത്തുകൂടി പൂർണ്ണമായും ബൈക്കുകളെ കടത്തിവിടാനാകും. പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചുകൊണ്ട് നടപ്പാക്കുന്ന പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാത്തതിനാൽ നിരവധി യാത്രക്കാർ ദുരിതത്തിലായിരുന്നു. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാത്തതിനെതിരെ പൊതുജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് BJP. നഗരസഭാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് BJP മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് പരാതി നൽകി. ഓരോ വാർഡിലെയും വോട്ടർമാരെ കൂടാതെ മറ്റു വാർഡുകളിലുള്ള 150 മുതൽ 300 വരെ വോട്ടുകൾ മാറി വന്നിട്ടുണ്ടെന്ന് BJP ആരോപിക്കുന്നു. തോൽവി ഭയന്ന CPM ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് വോട്ട് തിരിമറി നടത്തിയതാണ്. ഏതൊരു വ്യക്തിയുടെയും മൗലിക അവകാശമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നത്.
എന്നാൽ ആ അവകാശത്തെ സങ്കുചിത രാഷ്ട്രീയ മനോഭാവത്തോടുകൂടി നിഷേധിക്കുകയാണെന്ന് BJP ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് പറഞ്ഞു. വാർഡ് വിഭജനത്തിൽ വലിയ അപാകതകളുണ്ടെന്ന് ഭാരതീയ ജനതാ പാർട്ടി അന്ന് കഴിഞ്ഞ വർഷം പറയുകയുണ്ടായി. ആ ആരോപണത്തിന് അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് പുതിയ വോട്ടർ പട്ടിക വന്നിരിക്കുന്നത്. അത് പറയുകയാണെങ്കിൽ വാർഡ് വിഭജിച്ച രീതിയിലല്ല വോട്ടർ പട്ടിക വന്നിട്ടുള്ളത്. വിഭജിച്ച വാർഡൊന്ന് വന്ന പട്ടിക വേറെ രീതിയിൽ, അതായത് പല വാർഡുകളിലെയും ആളുകൾ മറ്റൊരു പട്ടികയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് CPM-ന് അനുകൂലമായി നിൽക്കുന്ന രീതിയിലാണ് വോട്ടർ പട്ടിക മുഴുവൻ തിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് 10 പേരെ മാത്രമേ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതാണ്ട് 300ഓളം വരുന്ന വോട്ടർ, ഓരോ വാർഡിലും 300ഓളം വോട്ടർമാർ മറ്റ് വാർഡുകളിലേക്ക് മാറ്റിക്കൊണ്ട് അത് രീതി പുനഃക്രമീകരിക്കാൻ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും. അവരെ ഹിയറിങ്ങിന് കൊണ്ടുവന്ന് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പുതുതായി ചേർക്കുന്ന ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇത് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ പരാജയ ഭീതി ഭയന്നുകൊണ്ട് ഇവിടുത്തെ CPM അനുകൂല ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടിന് വ്യാപകമായിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. മണ്ഡലം ജനറൽ സെക്രട്ടറി A. ഗോപകുമാർ, വൈസ് പ്രസിഡന്റ് നിഷ ശശികുമാർ, കൗൺസിലർ ലേഖ രമേശ്, ഏരിയ പ്രസിഡന്റുമാരായ ഹരീഷ്, മനോജ് ആറാണി, നാരായണൻ മുണ്ടായ, സനു കല്ലിപ്പാടം, പ്രദീപ് തൃപ്പറ്റ, ദിലീഷ് കല്ലിപ്പാടം, നിതീഷ് കല്ലിപ്പാടം എന്നിവർ മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്തിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടക്കാഞ്ചേരി അകമല, കുഴിയോട്, വെള്ളാങ്കുണ്ട് മേഖലകളിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളതായി സംശയം. പ്രദേശവാസിയായ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. കാൽപ്പാടുകൾ കടുവയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു. പുലർച്ചെ കൃഷിയിടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് കാൽപ്പാടുകൾ ആദ്യം കണ്ടത്. വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന ആരംഭിച്ചു. കാൽപ്പാടുകൾ കടുവയുടേതാണോ എന്ന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പ്രദേശവാസികൾ ജാഗ്രതയിലാണ്. നിരന്തരം കാട്ടാനയുടെയും കാട്ടുപന്നികളുടെയും ശല്യമുള്ള പ്രദേശത്ത് കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതോടെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകളും കാട്ടുപന്നികളും വ്യാപകമായി ഈ മേഖലയിൽ കൃഷി നശിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും 4-അംഗ കുടുംബം താമസിച്ചിരുന്ന വീട് തകർന്നു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണൂർ വെസ്റ്റ് കോട്ടക്കുന്ന് ആനക്കല്ലിൽ ബാബു ഭാനുപ്രിയ ദമ്പതികൾ താമസിക്കുന്ന വീടാണ് തിങ്കളാഴ്ച പുലർച്ചെ തകർന്നത്. വീടിന്റെ പിറകുവശത്തെ ചുമരാണ് നിലം പൊത്തിയത്. വിദ്യാർത്ഥിയുടെ പഠനോപകരണങ്ങളും ഗൃഹോപകരണങ്ങളും മണ്ണിലടിയിലായി. പിഞ്ചുകുട്ടിയും വിദ്യാർത്ഥിയും മാതാപിതാക്കളും അടക്കുന്ന 4-അംഗ കുടുംബം ഈ മുറിയിലാണ് കിടന്നിരുന്നത്. എന്നാൽ രാത്രിയിൽ എന്തോ പന്തികേട് തോന്നിയ മാതാപിതാക്കൾ ഇവിടെ നിന്നും മാറി കിടന്നതോടെയാണ് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. 50 വർഷത്തിലേറെയായി പഴക്കമുള്ള മൺചുമരിൽ നിർമ്മിച്ച വീടാണിത്. മാസങ്ങൾക്ക് മുൻപ് ചുമരിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. വീട് തകർന്നതോടെ അന്തിയുറങ്ങാനാകാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. വിവരമറിഞ്ഞ് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, സുനിത എന്നിവർ വീട് സന്ദർശിച്ചു. എല്ലാവിധ സഹായവും വാഗ്ദാനം ചെയ്താണ് ഇവർ മടങ്ങിയത്. നമുക്കറിയാം, കനത്ത മഴയാണ് ഈ സമയത്തുള്ളത്. കനത്ത കാറ്റിൽ, വളരെയധികം ശക്തിയേറിയ കാറ്റിലാണ് ഇത് കടപുഴകി വീണിരിക്കുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ്, കാരണം അവർ കിടക്കുന്ന റൂമാണത്. കിടക്കുന്ന റൂമിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. അവർക്ക് ഏകദേശം ഇത് വീഴും എന്നുള്ളൊരു സ്ഥിതിയിലായപ്പോൾ അവർ മാറിക്കിടക്കുകയായിരുന്നു. അതല്ലെങ്കിൽ വളരെയധികം ജീവന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലായിരുന്നു. തീർച്ചയായും ഇത് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കലക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് വേണ്ടുന്ന, വില്ലേജ് ഓഫീസറുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി അടിയന്തരമായി ചെയ്യുന്ന ഈ സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശക്തമായ കാറ്റിലും മഴയിലും ദേശമംഗലത്ത് വയോധിക താമസിച്ചിരുന്ന വീട് പൂർണ്ണമായി തകർന്നു. കുഴിക്കര പുത്തൻ വീട്ടിൽ 80 വയസ്സുകാരി ലക്ഷ്മിയമ്മയുടെ വീടാണ് തകർന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശമംഗലം പഞ്ചായത്ത് 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന കടുകശ്ശേരി മദ്രസ സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന കൊഴിക്കര പുത്തൻ വീട്ടിൽ
വയോധികയായ 85 വയസ്സുകാരി ലക്ഷ്മിയമ്മ താമസിക്കുന്ന വീടാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ ശബ്ദം കേട്ട് നോക്കുമ്പോൾ വീടിന്റെ ചുവരുകൾ വിണ്ടുകീറിയതായി വീട്ടുകാർ പറയുന്നു. ഉടൻ തന്നെ മക്കളായ മനോജ് കുമാറും അനിൽകുമാറും ചേർന്ന് അടുത്തു തന്നെ താമസിക്കുന്ന ലക്ഷ്മിയമ്മയുടെ മകൾ വിജയത്തിന്റെ വീട്ടിലേക്ക് ലക്ഷ്മിയെ മാറ്റുകയായിരുന്നു. അധികം വൈകാതെ തന്നെ ഇരുനില വീട് പൂർണ്ണമായും നിലംപൊത്തുകയും ചെയ്തു. ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്നും തിങ്കളാഴ്ച രാവിലെ സംഭവിച്ച ഈ അപകടം കഴിഞ്ഞ രാത്രിയിലായിരുന്നുവെങ്കിൽ 3 പേരും മണ്ണിനടിയിൽ പെട്ടിരുന്നുവെന്നും വിഷമത്തോടുകൂടി വീട്ടുകാർ പറയുന്നു. കാലത്തൊരു 8-8:30 ആകുമ്പോഴാണ് ഇത്. അതിന് മുന്നേ തന്നെ മഴ നന്നായി പെയ്തുകൊണ്ടിരുന്നിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു വിള്ളലുണ്ടായിരുന്നു. ആ വിള്ളൽ അങ്ങനെ പിന്നെ വല്ലാണ്ട് അകത്താകുന്ന ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അമ്മ അതിനകത്തുണ്ടായിരുന്നു. അത് അപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പെട്ടെന്നാണ് അമ്മ ഇതിനകത്തുണ്ട് എന്നുള്ളത് തോന്നി. ഉടനെ അമ്മേനെ പിടിച്ചിറക്കി പെങ്ങളുടെ വീട്ടിലേക്കാക്കി. ആ സ്പോട്ടിൽ തന്നെ സംഭവം മറിഞ്ഞു വീണു. ഇത്രയും ഇതുണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. ചെറിയൊരു കഷ്ണങ്ങളൊക്കെ വീഴാന്നാണ് വിചാരിച്ചത്. പക്ഷേ മൊത്തം ചവരും വീണു. അല്ല, ആരും ഇല്ലാത്ത കാരണം എല്ലാവരും കുട്ടികളൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ താമസിക്കുന്നവർ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഞങ്ങൾ അവരെ മാറ്റിയ കാരണം കൊണ്ട് വലിയ അപകടം ഒഴിവായി. വിവരം അറിഞ്ഞ് വാർഡ് മെമ്പർ CP രാജൻ സന്ദർശിച്ചു. വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം ചന്തയിൽ നടക്കുന്നത് ഗുണ്ടാപിരിവെന്ന് ആരോപണം. കച്ചവടക്കാരും വാഹന ഉടമകളുമാണ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണം ഉന്നയിച്ചത്. ചന്ത കരാറെടുത്തവരുടെ ഗുണ്ടാപിരിവിന് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുകയാണെന്നും കച്ചവടക്കാരനായ വി രമേശ്, വാഹന ഉടമ വി ദിലീപ് എന്നിവർ പറഞ്ഞു. വാണിയംകുളം സ്വദേശിയാണ് ചന്ത കരാറെടുത്തിരിക്കുന്നത്. കേരളത്തിലെ പ്രധാന വാണിജ്യ വിപണന കേന്ദ്രമായ വാണിയംകുളം ചന്തയെ തകർക്കും വിധമാണ് ഇപ്പോൾ പ്രവർത്തനമെന്ന് ഇരുവരും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചെമ്മരിയാട് 3 രൂപ, പന്നി, കഴുത 3 രൂപ, പശു, എരുമ, കന്ന് 6 രൂപ എന്നിങ്ങനെ കരാർ പ്രകാരം ഈടാക്കുന്നതിന് പകരം ഇരട്ടിയിലധികം തുകയാണ് ഈടാക്കുന്നത്. വാഹനങ്ങളിൽ നിന്ന് പക്ഷിമൃഗാദികളെയും മറ്റ് വസ്തുക്കളെയും കയറ്റി ഇറക്കുന്നതിനും വാഹനങ്ങൾക്കും ഭീമമായ തുകയാണ് ഭീഷണിപ്പെടുത്തി പിരിച്ചെടുക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. ലോറിക്ക് 500, ഐച്ചർ 400, ടെമ്പോ 300 എന്നിങ്ങനെയാണ് കരാർ ലംഘിച്ച് പിരിച്ചെടുക്കുന്നത്. ചന്തയിലെ പിരിവ് സംബന്ധിച്ച് വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന പഞ്ചായത്ത് രാജ് നിയമവും ലംഘിക്കപ്പെടുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കേണ്ട പഞ്ചായത്ത് സെക്രട്ടറി കരാറുകാരൻ്റെ അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് ഇവർ കുറ്റപ്പെടുത്തി. നിയമവിരുദ്ധമായി ചന്ത പ്രവർത്തിച്ചാൽ കച്ചവടക്കാരും വാഹന ഉടമകളും സംയുക്തമായി പ്രക്ഷോഭം നടത്തുമെന്നും ഇരുവരും പറഞ്ഞു. ഒരു വ്യക്തിക്കാണ് ടെൻഡർ കിട്ടിയിരിക്കുന്നത്. ഈ വ്യക്തി പഞ്ചായത്ത് പറഞ്ഞ ഫീസല്ല പിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്ത പേപ്പറാണ്, വിവരാവകാശ കമ്മീഷൻ പ്രകാരം കൊടുത്ത പേപ്പറാണ്. 6 രൂപ 3 രൂപ അതിൻ്റെ രേഖ. കന്നുകാലിക്ക് 6 രൂപ, ആടിന് 3 രൂപ, കോഴിക്ക് 1 രൂപ 50 പൈസ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ മാസം 24-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതി വിധി പകർപ്പാണ്. ഈ വിധിയെ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി കാറ്റിൽ പറത്തിയിട്ടാണ് ഇപ്പോൾ ചന്ത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ഒത്താശയോട് കൂടിയാണ് വാണിയംകുളം ചന്ത നടക്കുന്നത്. ഇപ്പോൾ ഗുണ്ടാപിരിവാണ് പറഞ്ഞത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയത് വ്യാഴാഴ്ച വൈകിട്ട് 6 മണി വരെ ഗുണ്ടാപിരിവാണ്. ഒരു കന്നിന് 6 രൂപയാണ് പഞ്ചായത്ത് നിശ്ചയിച്ച പൈസ. 3 രൂപ ആടിന്. ഇപ്പോൾ വാങ്ങുന്നത് ആടിന് 40 രൂപ കയറ്റാൻ 40 രൂപ ഇറക്കാൻ. ഇതിന് മുൻകാലങ്ങളും ചന്ത നടത്തുന്നുണ്ട്. അപ്പോൾ കുറേ വിട്ടുവീഴ്ചയിലാണ് ചന്ത മുന്നോട്ട് പോയത്. അപ്പം ഇത് പോലീസ് സ്റ്റേഷനുണ്ട്, പേപ്പറുകൾ കളക്ടർ ഓഫീസിലുണ്ട്, എല്ലാ ഓഫീസിലും ഉണ്ട്. ഇതൊന്നും വിലപ്പോണില്ല. ഇതിപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒത്താശയോട് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം നമ്മൾ നാട്ടുകാരനും ഒരു കച്ചവടക്കാരെന്നുള്ള നിലയ്ക്കാണ്. അസിസ്റ്റോഷനൊന്നുമില്ല, കച്ചവടക്കാരെന്നുള്ള നിലയ്ക്കാണ്. അപ്പം ഇത് പത്രപ്രവർത്തകരും
ദൃശ്യമാധ്യമങ്ങൾക്ക് പുറത്തു കൊണ്ടുവരണം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു കൊണ്ടുവരണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എൽ ശിവരാജൻ, എൻ സജീവ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷൻ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. ഇന്ന് രാവിലെ 9 മണിക്ക് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. മഡ്ഗവ് എറണാകുളം എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇയാൾ ചാടിയത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് തൃശൂർ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷൻ ട്രെയിനിന് മുന്നിലേക്ക് ചാടിയത്. മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇയാൾ ചാടിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ട്രെയിനിന് മുന്നിലേക്ക് ആള് ചാടിയതിനെ തുടർന്ന് പാലക്കാട് എറണാകുളം മെമോ പൂങ്കുന്നത്തിന് സമീപം നിർത്തിയിടേണ്ടി വന്നു. അടുത്തിറങ്ങേണ്ട യാത്രക്കാർ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയുമുണ്ടായി. 9:30യോടെയാണ് മെമോ ട്രെയിൻ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂരിൽ സ്പെഷ്യൽ പ്രവർത്തക സംഗമം നടന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മാരക്കാർ മാരായമംഗലം സംഗമം ഉദ്ഘാടനം ചെയ്തു. അതിജീവന രാഷ്ട്രീയത്തിന്റെ 7 പതിറ്റാണ്. അതാണ് നമ്മുടെ സമ്മേളനത്തിന്റെ നമ്മൾ ചർച്ച ചെയ്യുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ 75 കൊല്ലത്തെ നമ്മുടെ ചരിത്രം. അതാണ് നമ്മൾ പുതിയ തലമുറയോട് സംവദിക്കുന്നത്. 75 കൊല്ലം മുമ്പ് മണ്ണൂർ എങ്ങനെയായിരുന്നു? മണ്ണൂരിലെ സ്ത്രീ എങ്ങനെയായിരുന്നു? മണ്ണൂരിലെ കാരണവന്മാർ എങ്ങനെയായിരുന്നു? 75 കൊല്ലത്തെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. സുലൈമാൻകുട്ടിക്ക് അതേ 45 കൊല്ലം മുമ്പ് ഞാൻ മണ്ണൂരിൽ വന്നിട്ടുണ്ട്. ഇല്ലേ സുലൈമാൻകുട്ടി? 45 കൊല്ലം മുമ്പൊക്കെ അത് 45 കൊല്ലം പഴക്കണ്ടി ഇവിടെ സാധിക്കുമെന്ന് കുട്ടിയൊക്കെയാണ്. ലീഗായത് എനിക്കറിയാം. അതിജീവനത്തിന്റെ 7.5 പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നടക്കുന്ന മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മണ്ണൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്പെഷ്യൽ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചത്. കോങ്ങാട് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് അധ്യക്ഷനായി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഷെരീഫ് സാഗർ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിതയുടെ ജില്ലാ ചെയർപേഴ്സൺ ലബീബ മുഹമ്മദ്, അബ്ദുൽ ഹക്കീം, KP മുനീർ, സാദിഖ് അലി, സുലൈമാൻ, H ഹസീന, ഷബിത മുനീർ, സൈഫുദ്ദീൻ, സഫീർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണൂർ പഞ്ചായത്തിൽ വർഷങ്ങളായി താൽക്കാലിക ജീവനക്കാരുടെ വേതനത്തിൽ നിന്ന് അനധികൃതമായി പിടിച്ചുവച്ച വകമാറ്റിയ സംഭവം വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ മുസ്ലിം ലീഗ് സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ബഹുസ്വരതയെ തകർക്കുന്ന പ്രസ്താവനകൾ നാടിനാപത്തെന്ന് ജമാഅത്തെ ഇസ്ലാമി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് നിഷാദ് മുഹീദ്ദീൻ. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ നേതൃപരിശീലന ക്യാമ്പ് പറളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിഷാദ് മുഹീദ്ദീൻ. ബഹുസ്വരതയെ തകർക്കുന്നതും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നതുമായ പ്രസ്താവനകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും സമുദായ നേതാക്കളും രാഷ്ട്രീയക്കാരും വിട്ടുനിൽക്കണമെന്ന് നിഷാദ് മുഹീദ്ദീൻ ആവശ്യപ്പെട്ടു. ജാഗരൂകരാവണം. അത്തരമൊരു പ്രതിജ്ഞയോടെയാണ് ഇവിടെ നിന്ന് പോവേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ നേതൃത്വവും നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്നുൾപ്പെടെ മുടങ്ങാതെ, മറക്കാതെ, കുറക്കാതെ പ്രാർത്ഥിക്കുന്നവരാണ്. തിരിച്ച് നേതൃത്വത്തിന് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ആ പ്രാർത്ഥനയാണ് നമ്മെ പരസ്പരം അടുപ്പിക്കുന്ന ഏറ്റവും വലിയ കണ്ണി എന്ന് പറയുന്നത്. നമ്മുടെ ഇൻറ്റിമസിയുടെയും നമ്മുടെ സിൻസിയാരിറ്റിയുടെയും ഒക്കെ ഏറ്റവും വലിയ തെളിവാണ് പരസ്പരമുള്ള പ്രാർത്ഥന. ജില്ലാ സെക്രട്ടറി സലീം മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അമീർ P മുജീബ് റഹ്മാൻ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചു. പരിശീലന പരിപാടിയിൽ പ്രാദേശിക നേതൃത്വവും ഇടപെടലുകളും എന്ന വിഷയത്തിൽ മുൻ ജില്ലാ പ്രസിഡന്റ് PS അബു ഫൈസൽ, ജില്ലാ സമിതി അംഗം ഡോക്ടർ നിഷാദ് പുതുക്കോട് എന്നിവർ ക്ലാസ് എടുത്തു. ഓഫീസ് വ്യവസ്ഥ എന്ന വിഷയത്തിൽ ജില്ലാ സമിതി അംഗം സുൽഫീഖർ അലി സംസാരിച്ചു. മുണ്ടൂർ ഏരിയ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, പറളി ഏരിയ പ്രസിഡന്റ് നൌഷാദ് പറളി, അനസ് മൂലോട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന സഹായ കേന്ദ്രമായി BJP ഓഫീസുകൾ മാറുമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. BJP പാലക്കാട് ജില്ലാ ഓഫീസിലെ സഹായ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രശാന്ത് ശിവൻ. ആനുകൂല്യങ്ങൾക്ക് അർഹരായ പലർക്കും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് അറിവ് ലഭിക്കാത്തവരും പല കാരണങ്ങളാൽ നിഷേധിക്കപ്പെടുന്നവരുമുണ്ട്. അകാരണമായി ഒരാൾക്ക് പോലും സഹായം കിട്ടാതിരിക്കരുതെന്ന ഉദ്ദേശത്തിലാണ് BJP സഹായ കേന്ദ്രം ആരംഭിക്കുന്നതെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഇത് ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുമെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. പറയുന്ന സമയത്ത് സർവ്വസാധാരണക്കാരായ ആളുകൾക്ക്
അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനുള്ള ഒരു സഹായ കേന്ദ്രമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസുകൾ മാറണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് BJPയുടെ ഓഫീസിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നത്. നമ്മുടെ ധാരാളം ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അത് ലഭ്യമാവാതെ, അത് നമുക്ക് ലഭിക്കാതെ ധാരാളം ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ വലിയൊരു വിമുഖത കാണിക്കുന്നുണ്ട്. BJP ഭാരവാഹികളായ ഓമനക്കുട്ടൻ, പ്രഭാകരൻ, ബാബു വെണ്ണക്കര, ടി ബേബി, അജിത മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP ഓഫീസിലെ സഹായ കേന്ദ്രത്തിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തലയിൽ ഗുരുതരമായ മുറിവുമായി അടഞ്ഞുതിരിഞ്ഞ് നടന്ന കാളയെ ഒടുവിൽ മയക്കുവെടിവെച്ച് പിടികൂടി. തിരുവില്ലാമലയിലാണ് സംഭവം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജിയുടെ അഭ്യർത്ഥന മാനിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. തലയിൽ ഗുരുതരമായ മുറിവുമായി പ്രദേശത്തെ അലഞ്ഞുതിരിഞ്ഞ തെരുവ് കാളയെ ഒടുവിൽ മയക്കുവെടിവെച്ച് പിടികൂടി. ഗ്രാമപഞ്ചായത്ത് അധികൃതർ തൃശൂർ ജില്ലാ കളക്ടറുടെ അനുമതി തേടിയതിനെ തുടർന്നാണ് തിങ്കളാഴ്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. മുറിവേറ്റ് അവശ നിലയിലായിരുന്ന കാള നാട്ടുകാർക്ക് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കാളയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി തൃശൂർ ജില്ലാ കളക്ടർക്ക് രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു. ജില്ലാ അനിമൽ ഓഫീസറുടെ അനുകൂലമായ റിപ്പോർട്ട് കൂടി ലഭിച്ചതോടെയാണ് മയക്കുവെടിവെച്ച് കാളയെ പിടികൂടാൻ കളക്ടർ അനുമതി നൽകിയത്. വിദഗ്ധനായ ഡോക്ടർ ഗിരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാളയെ സുരക്ഷിതമായി പിടികൂടിയത്. തുടർന്ന് ആവശ്യമായ ചികിത്സ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. കാളയുടെ പരിക്ക് ഭേദമാകുന്നതുവരെ പരിചരണം നൽകാനാണ് അധികൃതരുടെ തീരുമാനം. ഈ നടപടിക്ക് നാട്ടുകാരിൽ നിന്ന് വലിയ പ്രശംസയാണ് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ, വൈസ് പ്രസിഡന്റ് എം ഉദയശങ്കർ, പാമ്പാടി വെറ്റിനറി ഡോക്ടർ രാമു എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായിയിൽ കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ നടന്നു. പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. വളരെ വിശദമായിട്ടൊരു സംസാരം അദ്ദേഹം അധ്യക്ഷ പ്രസിഡന്റ് നടത്തി. നമ്മുടെ മുന്നിലൊരു കാര്യമുണ്ട്. ഇത് കോൺഗ്രസ് പാർട്ടിയാണ്. ഞാനിവിടെ വരുന്നത് ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ്. നിങ്ങളിവിടെ ഇരിക്കുന്നത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ട്, കോൺഗ്രസിന് ആയിട്ടുള്ള വിശ്വാസം കൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകർ. ഈ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാതാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം C പ്രകാശൻ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാലൻ, മണ്ഡലം UDF ചെയർമാൻ മനോജ് കുമാർ, കോട്ടായി പഞ്ചായത്ത് അംഗങ്ങളായ NK ശശിധരൻ, അംബിക, ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി കൃഷ്ണൻ, INTUC റീജിയണൽ പ്രസിഡന്റ് CK ഉണ്ണികൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി സുധ, രമേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മഴോത്സവം 2025 വിളംബരത്തിന്റെ ഭാഗമായി ആറങ്ങോട്ടുകരയിൽ മഴയും സിനിമയും പ്രമേയമായ പരിപാടികൾ അരങ്ങേറി. ഓഗസ്റ്റ് 3 ആറങ്ങോട്ടുകരയിൽ പാട്ടോത്സവം അരങ്ങേറും. മഴോത്സവം ഓഗസ്റ്റ് 9 കലാമണ്ഡലം ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ സമാപിക്കും. വയലി ആറങ്ങോട്ടുകാരുടെ നേതൃത്വത്തിൽ വയലരങ്ങിൽ നടന്നുവരുന്ന മഴോത്സവം 2025 വിളംബരത്തിന്റെ ഭാഗമായാണ് മഴയും സിനിമയും പ്രമേയമായ പരിപാടികൾ അരങ്ങേറിയത്. പ്രാദേശിക സിനിമാ പ്രവർത്തകരുടെ സിനിമകൾ പ്രദർശിപ്പിച്ചു. കൂടാതെ പ്രാദേശിക സിനിമ ഡോക്യുമെന്ററി പ്രവർത്തകരുടെ സംഗമവും ചർച്ചയും നടന്നു. പ്രാദേശിക സിനിമാ പ്രവർത്തകരായ KK പരമേശ്വരൻ, സുന്ദരൻ ചെട്ടിപ്പടി, KK രാവുണ്ണി, ഭാമിനി രാവുണ്ണി, രൂപ ശരത് ബാബു, അനീഷ് കുമാർ, റഷീദ് അഹമ്മദ്, ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സാഹിത്യകാരൻ ഗിരീഷ് ആറങ്ങോട്ടുകര പ്രവർത്തകർക്ക് ആദരം സമർപ്പിച്ചു. കഴിഞ്ഞ 2 മാസമായി മഴോത്സവം 2025 വിളംബര പരിപാടികൾ നടന്നുവരുന്നുണ്ട്. ഓഗസ്റ്റ് 3 ആറങ്ങോട്ടുകര വയലരങ്ങിൽ നടക്കുന്ന പാട്ടോത്സവം പരിപാടിയിൽ മഴ പ്രമേയമായ കവിത, നാടോടി ശാസ്ത്രീയ സിനിമാ ഗാനങ്ങളുടെ അവതരണവും പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളികൾ അവതരിപ്പിക്കുന്ന
കുടച്ചോഴി എന്ന കലാരൂപവും അരങ്ങിലെത്തും. ഓഗസ്റ്റ് 9-10 ദിവസങ്ങളിൽ കലാമണ്ഡലം ക്യാമ്പസിൽ നടക്കുന്ന വയലി മഴോത്സവം സീസൺ 9 വിവിധ പരിപാടികളോടെ സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ പിണ്ടം തലവേദനയായതോടെ ദേവസ്വം ചെയർമാന് നഗരസഭാ ചെയർമാന്റെ കത്ത്. പുന്നത്തൂർ കോട്ടയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വന്നുപോകുന്ന വഴിയിൽ ആനപ്പിണ്ടം കുന്നുകൂടുന്നതാണ് നഗരസഭയ്ക്ക് തലവേദനയായത്. റോഡിൽ വീണുകിടക്കുന്ന ആനപ്പിണ്ടം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരസഭാ ചെയർമാൻ MK കൃഷ്ണദാസ് ദേവസ്വം ചെയർമാൻ VK വിജയന് കത്ത് നൽകിയത്. ആനകൾ ഇത്തരത്തിൽ റോഡിൽ വിസർജ്യം നടത്തുന്നതുമൂലം മാലിന്യ പ്രശ്നമുണ്ടാകുന്നതിനു പുറമെ ഒട്ടേറെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും നഗരസഭാ ചെയർമാൻ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 10 മാസം മുമ്പ് ഇതേ കാരണങ്ങൾ ദേവസ്വം ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഉടൻ നടപടി കൈക്കൊള്ളുമെന്ന് ദേവസ്വം ചെയർമാൻ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഉറപ്പ് ഫലപ്രദമായി നടപ്പിലാവാത്തതിനാൽ വീണ്ടും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും കത്തിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മോഴിക്കുന്നം ബ്രഹ്മദത്തൻ നമ്പൂതിരി അനുസ്മരണത്തിൽ പങ്കെടുക്കാനെത്തിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAക്ക് ഷൊർണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. റെയിൽവേ പോലീസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്ക് KPCC പ്രസിഡന്റ് വിജയാശംസകൾ നേർന്നു. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ചെറുതുരുത്തിയിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഈ വിജയത്തെ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് വിജയികളായ കുട്ടികളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഒരുമയുടെയും കൂട്ടായ്മയുടെയും ജയപരാജയങ്ങൾക്കപ്പുറത്ത് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത ഒന്നാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ആരെങ്കിലും പുറകിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ചേർത്ത് നിർത്തി നമുക്കവരെ ഒപ്പം കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ കുരുന്ന് ഹൃദയങ്ങളിൽ കൂടി ഉണ്ടാകണം എന്ന് വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 2024-25 അധ്യയന വർഷത്തിൽ SSLC, USS എന്നീ വിഭാഗത്തിൽപ്പെട്ട ഉന്നത വിജയം ലഭിച്ച വിദ്യാർത്ഥികളെയാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ വെച്ച് ആദരിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ പരിപാടികളുടെ വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം P. സാബിറ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, വാർഡംഗം താജുനിസ, BPC K. പ്രമോദ് വടക്കാഞ്ചേരി, CC ജയപ്രഭ, K. ബിന്ദു, മുസ്തഫ, മുഹമ്മദ് അനീഫ് തുടങ്ങിയവർ സംസാരിച്ചു. അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി MN ബാർജിലാൽ സ്വാഗതവും അക്കാദമിക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് G. ജിതേഷ് ബിനു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊളപ്പുള്ളി മേൽമുറിയിൽ CPM മേൽമുറി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. ശാസ്ത്രാധ്യാപകൻ C. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2022 കുളപ്പുള്ളി മേൽമുറി പ്രദേശത്ത് CPIM മേൽമുറി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് അറിവ് വിദ്യാ സഹായ പദ്ധതി. ബ്രാഞ്ച് പരിധിയിലെ വിദ്യാർത്ഥിനികൾക്ക് പഠനോപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യുവാനും വിദ്യാഭ്യാസത്തിന് ഉതകുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും വേണ്ടിയാണ് പദ്ധതി ആരംഭിച്ചത്. അറിവ് പദ്ധതിയുടെ ഭാഗമായി 2024-25 വർഷത്തെ SSLC +2 വിജയികളായ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഞായറാഴ്ച അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ശാസ്ത്രാധ്യാപകൻ C. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ കുഗ്രാമത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ നമുക്ക് ഇന്ന് എവിടെ പോയിട്ട് ആരെ കാണാനും സംസാരിക്കാനും ഒരു പ്രയാസമില്ല. അത് നമുക്ക് ചില വേദികൾ കിട്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ചില ഭാഗങ്ങളിൽ വന്ന് പഠന അവസരം കിട്ടിക്കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ മാറിക്കളയും. അതിന് സംശയിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കിയ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സമയമുള്ളൂ. ഞാൻ വിചാരിച്ചത് ഒരു 4 മണിക്ക് തുടങ്ങി ഒരു 5:30 SSLC +2 വിഭാഗങ്ങളായി 17 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ഇവർക്കുള്ള ഉപഹാരങ്ങൾ C. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സമ്മാനിച്ചു. ചടങ്ങിൽ
അറിവ് വിദ്യാസഹായ പദ്ധതി നേതൃസമിതി അംഗം പി സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ KM ലക്ഷ്മണൻ, VK രവീന്ദ്രൻ, P രഞ്ജിത്ത്, സുരേന്ദ്രൻ, KT ജോർജ്, പൊന്നു കുളപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അറിവ് വിദ്യാസഹായ പദ്ധതി കൺവീനർ K സുബിൻ സ്വാഗതവും R സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കണയൻ ശ്രീ കാഞ്ഞങ്ങാട് ശിവക്ഷേത്രത്തിലും ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടികൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം ബ്രഹ്മകുമാരി മീനയുടെ ഭക്തി പ്രഭാഷണമുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിൽ നിത്യേന രാമായണ പാരായണവും വിശേഷ പൂജകളും നടക്കുന്നതിനൊപ്പം ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ ഭക്തിപ്രഭാഷണവും ലഘുഭക്ഷണ വിതരണവുമുണ്ട്. കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിലെ മീനാബഹൻ ക്ഷേത്രത്തിൽ ഭക്തിപ്രഭാഷണം നടത്തി. ക്ഷേത്രം സെക്രട്ടറി കൃഷ്ണദാസ് പൂർണ്ണകുംഭം നൽകി മീനാബഹനെ ആനയിച്ചു. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം ഭജനമണ്ഡപത്തിൽ ഭക്തിപ്രഭാഷണവും രക്ഷാബന്ധനവും നടത്തി. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിൽ നിറച്ച് പൂമ്പാറ്റകളുണ്ട്. ഇതല്ലേ കാരണം അവിടെ പൂക്കളുണ്ട്. അപ്പം തേൻ കുടിക്കാനുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? അവിടെ വന്ന് കാണും. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുഴിയിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? എല്ലാ ചെപ്പകളും കുപ്പകളും മാലിന്യങ്ങളും കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും. പൂമ്പാറ്റയിട്ടു അവിടെ പൂമ്പാറ്റയിട്ടു ഇല്ല. കാരണം അവിടെ എന്താ ഉള്ളത്? വേസ്റ്റാണ്. വേസ്റ്റിൻ്റെ അടുത്തേക്ക് ആരാ വരും? അവിടെ പഴുതാര വരില്ലേ? അവിടെ പഴുതാര ഉണ്ടാവും, കൊതുകുണ്ടാവും, ഈച്ച ഉണ്ടാവും, എലികളുണ്ടാവും, അല്ലേ? എല്ലാം ഇഴജന്തുക്കൾ പലതും വരും. കാരണം എന്താ? അവർക്ക് വേണ്ട സാധനം ഇവിടെ കിട്ടും. ആ കുഴിയിൽ നിന്ന്, വേസ്റ്റ് കുഴിയിൽ നിന്ന് കിട്ടും. കാരണം വേസ്റ്റ് എടുക്കാനുള്ളവർ അങ്ങോട്ട് ആകർഷിക്കപ്പെടും. തേനെടുക്കാനുള്ളവർ എന്ത് ചെയ്യും? പൂന്തോട്ടത്തിലേക്ക് ആകർഷിക്കും. ഇത് നിയമമാണ്. നമ്മൾ പോയി വിളിച്ചിട്ടാണ് കൊതുക് വരുന്നത്? നമ്മൾ പോയി വിളിച്ചിട്ടാണ് എലി വരുന്നത്? അല്ല, നമ്മൾ പോയി വിളിച്ചിട്ടാണ് വണ്ട് വരുന്നത്? നമ്മൾ പോയി വിളിച്ചിട്ടാണ് ബട്ടർഫ്ലൈ വരുന്നത്? അല്ല. ഇതിനെ എന്താ പറയുക? ആകർഷണ നിയമം. അപ്പം അതേപോലെ ആത്മാവാകുന്ന ഈ രാമന്റെ അയനത്തിൽ നമ്മൾ ജീവിതയാത്രയിൽ തിരിച്ചറിയേണ്ടത് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുന്നത് നമ്മൾ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാവുങ്ങൽ ഭവാനി കുടുംബം സ്പോൺസർ ചെയ്ത ലഘുഭക്ഷണ വിതരണവും ഭജനമണ്ഡപത്തിൽ സജ്ജമാക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ്, വൈസ് പ്രസിഡന്റ് രാഘവൻ നായർ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, ഹരിദാസ് ചാങ്കത്ത്, ട്രഷറർ രാമദാസ്, അങ്ങാടിക്കൽ ശ്രീനാരായണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ കൂരിയിൽ ഉണ്ണികൃഷ്ണൻ, അജിത് ചാങ്കത്ത്, രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. 4 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പ്രത്യക്ഷ ഗജപൂജ, ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. തിങ്കളാഴ്ച രാവിലെ 5:30 നടന്ന 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് പ്രത്യക്ഷ ഗജപൂജയിൽ പ്രത്യക്ഷ ഗണപതിയായി ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ എന്ന ഗജവീരനെ പൂജിച്ചു. തുടർന്ന് നടന്ന ആനയൂട്ടിൽ 4 ഗജവീരന്മാർ പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചന്ദ്രമോഹൻ ആനയൂട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് വഴിപാട് നടത്തിയ ഭക്തരും ആനയൂട്ട് നിർവഹിച്ചു. ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് ഭക്തജനങ്ങൾ വിശേഷാൽ ചടങ്ങുകളിലും ആനയൂട്ട് ചടങ്ങിലും പങ്കാളികളായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഭഗവത് സേവ, സർവൈശ്വര്യ പൂജ, അത്താഴപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ജൂലൈ മാസത്തെ പ്രത്യേക പരിപാടിയായി സംഗീതാർച്ചന നടന്നു. അമൃത, സന്തോഷും ശിഷ്യരുമാണ് അരങ്ങിലെത്തിയത്. മനോജ് കുളപ്പുള്ളി മൃദംഗത്തിലും ദിലീപ് തൃക്കടേരി വയലിനിലും പിന്നണിയൊരുക്കി.
നിരവധി ഭക്തജനങ്ങൾ സംഗീതാർച്ചന ആസ്വദിക്കാനെത്തിയിരുന്നു. ക്ഷേത്രം മേൽശാന്തി കൂക്കമ്പാറമന ശങ്കരൻ നമ്പൂതിരി ഉപഹാരങ്ങൾ നൽകി. സംഗീതാർച്ചനയ്ക്ക് ശേഷം പ്രസാദ വിതരണവും ഭക്ഷണവും ഉണ്ടായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, P ജയൻ, T മുരളീധരൻ, KM ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റുലി. കോൺഗ്രസിന്റെ ശത്രുക്കൾ പാർട്ടിക്കകത്തു തന്നെയാണെന്ന് മുതിർന്ന നേതാവ് AK ആന്റണി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ നിരീക്ഷണം എത്രമാത്രം ശരിയാണ്? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ. ബഹുമാന്യനായ AK ആന്റണി നടത്തിയ ഒരു പ്രസ്താവന, ആ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞത കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം പണ്ടും ഇത്തരത്തിലൊരു കാര്യങ്ങൾ കോൺഗ്രസ്സുകാരെ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. കാരണം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് മാത്രമേ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന് അദ്ദേഹം മുൻപൊരിക്കൽ ഇതുപോലെ പ്രസ്താവന നടത്തിയതാണ്. അപ്പോൾ കാരണം അത് വളരെയധികം ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബഹുമാന്യനായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ശ്രീ AK ആന്റണി പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നായിരിക്കാം. ഒരു മുതിർന്ന നേതാവിൻ്റെ അഭിപ്രായം ആ രീതിയിലാണ് എങ്കിൽ അത് പാർട്ടി പരിശോധിച്ച് വേണ്ടുന്നതായ മാറ്റങ്ങൾ, തിരുത്തലുകൾ പാർട്ടി നടത്തും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പൊതുവെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുകാർക്കേ കഴിയുള്ളൂ എന്നുള്ളത് ഓരോ നേതാവും പല കാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നല്ല നിലയിൽ പാർട്ടി പ്രവർത്തകർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഗുണം കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട മുതിർന്ന നേതാവ് കോൺഗ്രസിൻ്റെ ശ്രീ AK ആന്റണി പറഞ്ഞിരിക്കുന്നത് ഒരു ഉൾപാർട്ടി തന്നെയാണ് പോര്, ഉള്ളിൽ തന്നെയാണ് പോര് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വളരെയധികം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങനെ ശരിയായതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ LDFന് രണ്ടാമത്തെ ഊഴം കിട്ടാനും അവർക്കൊരു രണ്ടാമതൊരു ഭരണം ഉണ്ടാവാനും ഉള്ള കാരണം ഉണ്ടായത്. നല്ല രീതിയിൽ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടാമതിവിടെ LDF സർക്കാർ ഉണ്ടാകുകയും ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ ഒരു ദുരിതാവസ്ഥ ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ടാവും. അതുമാതിരി തന്നെ ഇപ്പോൾ മൂന്നാം തവണ കോൺഗ്രസ് LDF മൂന്നാമതും അധികാരത്തിൽ വരാതിരിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ മാതിരി ഉള്ളിലുള്ള പോര് ഇല്ലാതിരിക്കണം. അത് തന്നെയാണ് നമ്മുടെ കേന്ദ്രത്തിലെ നമ്മുടെ അമിത്ഷാ ഇവരെല്ലാം പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് നല്ല കാര്യങ്ങളോ രാജ്യത്തിന് നല്ലത് ചെയ്യണം എന്നുള്ള കാഴ്ചപ്പാടുകളോ ഇല്ല. ഇപ്പം നരേന്ദ്രമോദി സർക്കാർ തന്നെ മൂന്നാമത്തെ വട്ടം
അധികാരത്തിലേറിയപ്പോൾ 2 വട്ടം അധികാരം കിട്ടി, 3ാമത്തെ തവണയും കയറിയത് തന്നെ ഒരുപാട് ജനപ്രിയ ബഡ്ജറ്റുകളും അതേമാതിരി തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളും നടത്താൻ സാധിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജ്യത്തിൻ്റെ താല്പര്യം മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനമല്ല അവരുടെ ഭാഗത്തു നിന്നുള്ളത്. ഉള്ളിലുള്ള പോരുകൾ, ഇപ്പം ശശി തരൂർ തന്നെ നമ്മളുടെ രാജ്യത്തിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറയുകയും ലോകരാഷ്ട്രങ്ങളിലെല്ലാം രാജ്യത്തിനെ കുറിച്ച് പ്രകൃതിപ്പെടുത്തുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിന് അദ്ദേഹത്തിനെ തന്നെ അവർ തള്ളിപ്പറയുന്ന അവസ്ഥയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിലക്കയറ്റം കലം കമഴ്ത്തി മഹിളാ മോർച്ച. സമരം പാലക്കാട് 5 വിളക്കിൽ. കേരളത്തിൽ വിലയില്ലാതായത് പിണറായി വിജയന് മാത്രമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജനങ്ങൾക്കായി സഹായ കേന്ദ്രം തുറന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP ധർണ. റോഡുകളുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നും ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നും മുഖ്യ ആവശ്യങ്ങൾ. ഷൊർണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് BJPയുടെ പരാതി. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷനിലെത്തിയ ട്രെയിനിൽ നിരോധിത ഗോവൻ മദ്യം ഉപേക്ഷിച്ച നിലയിൽ 23 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. മദ്യം കണ്ടെത്തിയത് രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസും RPFും ഷാഡോ പോലീസും ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിൽ. വാണിയംകുളം ചന്തയിൽ നടക്കുന്നത് ഗുണ്ടാ മോഡൽ പിരിവെന്ന് ആക്ഷേപം. ചന്ത കരാറെടുത്തവരുടെ ഗുണ്ടാ പിരിവിന് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുകയാണെന്നും ആക്ഷേപം. പരാതിയുമായി രംഗത്ത് വന്നത് കച്ചവടക്കാരും വാഹന ഉടമകളും. നിയമവിരുദ്ധമായ പ്രവർത്തനം തുടർന്നാൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. വാടനകുറിശി ROB സർവീസ് റോഡിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇരുചക്രവാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 18 ദിവസം മുൻപ് റൂട്ടിൽ ഗതാഗതം നിരോധിച്ച് ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയാകാൻ ഇനിയും സമയമെടുത്തേക്കും. റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഓഗസ്റ്റ് അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് നിർവഹണ ഏജൻസി ജില്ലാ വികസന സമിതി യോഗത്തിൽ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ യാത്രക്കാർ. വടക്കാഞ്ചേരി അകമല മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി സംശയം. പ്രദേശത്തെ കൃഷിയിടത്തിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ. വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു. കാട്ടാനയുൾപ്പെടെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് ജനങ്ങൾ കടുത്ത ഭീതിയിൽ. ആനപ്പിണ്ടം തലവേദനയായി. ഗുരുവായൂർ ദേവസ്വം ചെയർമാന് നഗരസഭാ ചെയർമാന്റെ കത്ത്. ദേവസ്വത്തിന്റെ ആനകളുടെ പിണ്ടം പുന്നത്തൂർ ആനക്കോട്ടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കുന്നുകൂടുന്നത് അപകടങ്ങൾക്കും മലിനീകരണത്തിനും കാരണമാകുന്നതായി കത്തിൽ പരാമർശം. ഉത്സവമായും നൊമ്പരമായും മഴ. ആറങ്ങോട്ടുകരയിൽ മഴോത്സവ വിളംബരമായി മഴയും സിനിമയും പ്രമേയമാക്കി വിവിധ പരിപാടികൾ. ശക്തമായ കാറ്റിലും മഴയിലും ദേശമംഗലത്തും മണ്ണൂരിലും വീടുകൾ തകർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.